നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. വിഷ്ണു ഭഗവാൻ ദേവിയുടെ അർത്ഥശ്ലോകം ജപിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നാഭീകമലത്തിൽ നിന്നും ജനിച്ച ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങാണല്ലോ പരമോന്നതനായ ദൈവം, പിന്നെ അങ്ങ് ആരെയാണ് ഭജിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഞാൻ ആ പരമശക്തിയെയാണ് സ്തുതിക്കുന്നത്, ശിവയും ഭഗവതിയുമായ ദേവിയെ എന്ന് ബ്രഹ്മാവിനെ അറിയിക്കുന്നു. ഈ ജഗത്താകെ നിലകൊള്ളുന്നത് ആ സഗുണയായ മഹാശക്തിയെ ആധാരമാക്കിയാണ്. ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നതും ഈ വിശ്വത്തിന് എല്ലാ ശക്തിയും മുക്തിയും നൽകുന്നതും ദേവി തന്നെയാണെന്ന് പറയുന്നു. ആ ദേവി തന്നെയാണ് വിദ്യയും എല്ലാ മുക്തിക്കും ഹേതുവും. നമ്മളെല്ലാവരും തന്നെ ആ ദേവിയുടെ ശക്തിയിൽ നിന്നും ഉണ്ടായതാണ് എന്ന ബ്രഹ്മാവിനെ വിഷ്ണു അറിയിക്കുന്നു. അങ്ങനെ ശ്ലോകാർത്ഥത്തിലൂടെ ദേവി അരുളി ചെയ്തതെല്ലാം തന്നെ ഭാഗവതത്തിൽ ഉണ്ട്. ഈ വിവരങ്ങളെല്ലാം വിഷ്ണു ബ്രഹ്മാവിനെ അറിയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വ്യാസ ഉവാച. ശ്ലോകം 30. ബ്രഹ്മണാ സംഗൃഹീതം ച വിഷ്ണോസ്തു നാഭിപങ്കജേ നാരദായ ച തേനോക്തം പുത്രായ അമിതബുദ്ധയേ. വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യേ ബ്രഹ്മാവ് ആ വിഷ്ണുവിൽ നിന്നും ഭാഗവതം ശരിയായി ഗ്രഹിച്ചു. ബ്രഹ്മാവ് പിന്നീട് അതിബുദ്ധിമാനും സ്വപുത്രനുമായ നാരദന് അത് ഉപദേശിച്ചു. ശ്ലോകം 31. നാരദേന തഥാ മഹ്യം ദത്തം ഹി മുനിനാ പുരാ മയാ കൃതമിദം പൂർണ്ണം 12 സ്കന്ധവിസ്തരം. നാരദമുനി പണ്ട് അത് എനിക്ക് ഉപദേശിച്ചു തന്നു. ഞാനത് പൂർണ്ണമായി 12 സ്കന്ധങ്ങളിലൂടെ വിസ്തരിച്ചു. ദേവി അരുളി ചെയ്ത ശ്ലോകാർത്ഥത്തിൻ്റെ വിസ്തൃതമായ രൂപമാണ് ഭാഗവതമെന്ന് അർത്ഥം. ശ്ലോകം 32. തത്പഠസ്വ മഹാഭാഗ പുരാണം ബ്രഹ്മസംഹിതം പഞ്ചലക്ഷണയുക്തം ച ദേവ്യാചരിതമുത്തമം. അതുകൊണ്ട് ഹേ മഹാഭാഗ, വേദതുല്യമായ പുരാണം അങ്ങ് പഠിച്ചാലും അത് 5 ലക്ഷണങ്ങളോട് കൂടിയതും ദേവിയുടെ ഉത്തമമായ ചരിതം ഉൾക്കൊള്ളുന്നതുമാണ്. ശ്ലോകം 33. തത്വജ്ഞാനരസോപേതം സർവേഷാമുത്തമോത്തമം ധർമ്മശാസ്ത്രസമം പുണ്യം വേദാർത്ഥേനോപബൃംഹിതം. തത്വജ്ഞാനരസം നിറഞ്ഞതും പുരാണങ്ങളിൽ വെച്ച് അത്യുത്തമമായിട്ടുള്ളതും ധർമ്മശാസ്ത്രത്തിന് തുല്യമായതും പുണ്യം നൽകുന്നതും വേദാർത്ഥങ്ങളെ വിശദീകരിച്ചിട്ടുള്ളതുമാണ് അത്. ശ്ലോകം 34. വൃത്രാസുരവധോപേതം നാനാഖ്യാനകഥായുതം ബ്രഹ്മവിദ്യാനിധാനം തു സംസാരാർണവതാരകം. വൃത്രാസുരൻ്റെ വധം ഉൾപ്പെടെ അനേകം കഥകളുള്ളതും ബ്രഹ്മവിദ്യയുടെ നിക്ഷേപവും സംസാര സമുദ്രത്തെ കടത്തിവിടുന്നതുമാണ് അത്. ശ്ലോകം 35.
ഗൃഹാണത്വം മഹാഭാഗ യോഗ്യോസി മതമത്തരഃ പുണ്യം ഭാഗവതം നാമ പുരാണം പുരുഷർഷഭ. മഹാഭാഗ്യവാനായ ഹേ പുരുഷർഷഭ, പുണ്യപ്രദമായ ഭാഗവതമെന്ന് പേരുള്ള പുരാണം അങ്ങ് കൈക്കൊണ്ടാലും അങ്ങ് യോഗ്യനും അതിബുദ്ധിമാനുമാണല്ലോ. ശ്ലോകം 36. അഷ്ടാദശസഹസ്രാണാം ശ്ലോകാനാം കുരു സംഗ്രഹം അജ്ഞാനനാശനം ദിവ്യം ജ്ഞാനഭാസ്കരബോധകം. 18,000 ശ്ലോകങ്ങളും അങ്ങ് നന്നായി പഠിച്ചാലും അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതും ദിവ്യമായതും ജ്ഞാനസൂര്യനെ കാട്ടിത്തരുന്നതുമാണ്. ശ്ലോകം 37. സുഖദം ശാന്തിദം ധന്യം ദീർഘായുഷ്യകരം ശിവം ശൃണ്വതാം പഠതാം ചേദം പുത്രപൗത്രവിവർദ്ധനം. ഈ പുരാണത്തിൻ്റെ പഠനവും ശ്രവണവും സുഖവും ശാന്തിയും നൽകും, ധന്യതയുണ്ടാക്കും, മംഗളവും ദീർഘായുസ്സും നൽകും, പുത്രപൗത്രാദികളെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും. ശ്ലോകം 38. ശിഷ്യോയം മമ ധർമാത്മാ ലോമഹർഷണസംഭവഃ പഠിഷ്യതി ത്വയാ സാർത്ഥം പുരാണിം സംഹിതാം ശുഭം. ധർമാത്മാവും ലോമഹർഷണൻ്റെ പുത്രനുമായ ഇവൻ എൻ്റെ ശിഷ്യനാണ്. ശുഭമായ ഈ പുരാണ സംഹിത അങ്ങയോടൊപ്പം ഇവനും പഠിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.